പത്തനംതിട്ട ഈ തദ്ദേശ ഭരണത്തിൽ ഇടത് കോട്ടയായി തുടരുമോ? തീർച്ചയായിട്ടും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുവന്നു തുടങ്ങിയ പത്തനംതിട്ട കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് സമ്പൂർണ്ണമായി ചുവന്നു. ഇക്കുറി തീർച്ചയായിട്ടും ആ ചുവപ്പ് ഒരു കൊടുങ്കാറ്റ് പോലെ പടരും, ഒരു സംശയം അക്കാര്യത്തിലില്ല. നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ കൂടുതൽ സീറ്റ് നേടും, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം കിട്ടുമെന്നാണ് നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 4-ൽ 2 മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പന്തളം BJP ആണ് ജയിച്ചത്. പന്തളം ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചു പിടിക്കും. 33 ഗ്രാമപഞ്ചായത്തുകളാണ് കഴിഞ്ഞ തവണ നമ്മൾ വിജയിച്ചത്. ഇത്തവണ 40 ഗ്രാമപഞ്ചായത്തുകളെങ്കിലും വിജയിക്കും എന്നാണ് പ്രാഥമികമായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർണ്ണമായി ക്ലച്ച് പിടിച്ചാൽ അതിലും മികച്ച വിജയം നേടാനാണ് സാധ്യത. വികസനം തന്നെയല്ലേ ജനങ്ങളോട് കൂടുതൽ നമ്മൾ പറഞ്ഞത്? നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം, അതോടൊപ്പം തന്നെ CPM ഞങ്ങളൊരു 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. എല്ലാ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെയുള്ള പ്രവർത്തനമാണ് പ്രധാനമായിട്ടും നമ്മൾ നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് മെഷീനറിയിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അതിൻ്റെ വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും.